എന്റെ രോഗികളിൽ അധികം പേരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരാ. മടിക്കണ്ട, കാര്യം പറഞ്ഞോളൂ. ഞാൻ കൺസൾട്ടേഷൻ വന്നതല്ല, നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതാണ്. മിസ് ദേവിക റാണി അയ്യരുടെ ഒരു വീക്ക്നെസ് ആണല്ലേ? എന്റെ മാത്രമല്ല, പലരുടെയും വീക്ക്നെസ് ആണ് ദേവിക റാണി. എങ്കിൽ അവർ കൊല്ലപ്പെട്ടു. കൊന്നതാരാണെന്ന് അയ്യർക്ക് അറിയണ്ടേ? നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഡോക്ടർ റോയ്. അതിന് റോയ് ജയിലിലല്ലേ? അപ്പോ അയ്യർക്കൊന്നും അറിയില്ല. ഇല്ല. എന്നാൽ റോയ് ജയിൽ ചാടി. അയാൾ നിങ്ങളെ കാണാൻ ഇവിടെ വരും. അപ്പോൾ അയ്യർ എന്ത് ചെയ്യും? എക്സ്ക്യൂസ് മീ. ഹലോ, ഇത് ഞാനാണ് റോയ്. ഇത്ര നേരത്തെയോ? ഒരു നിവൃത്തിയില്ല. ഇത് ഞാനാണ് ഡോക്ടർ റോയ്. മനസ്സിലായി. ഞാനിവിടെ ഒരു പോലീസ് ഓഫീസറുമായിട്ട് സീരിയസ് കൺസൾട്ടേഷനിലാണ്. ഐ മീൻ ഡിസ്കഷനിലാണ്. അല്പം കഴിഞ്ഞ് കാണാം. എവിടെ വരണമെന്ന് പറയൂ. ഞാൻ വെല്ലിംഗ്ടൺ റോഡിലുള്ള പള്ളിയുടെ അടുത്തുണ്ടാവും. ഓക്കെ, സീ യു. എന്റെ ഒരു സുഹൃത്താണ്. ഞായറാഴ്ചയായിട്ടൊന്ന് കൂടണമെന്ന്. അത് കൊള്ളാം. വിളിച്ച സുഹൃത്തിന്റെ പേര് റോയ് എന്ന് മറ്റാണോ? നോ, നെവർ. ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിലും പോലീസുകാർക്ക് എന്തിനും സംശയമാണല്ലോ. അത് ശരിയാണ്. പക്ഷേ കുറ്റവാളികളെ സംരക്ഷിക്കുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് ഡോക്ടർ അയ്യർക്ക് അറിയാമല്ലോ അല്ലേ? നമുക്ക് വീണ്ടും കാണേണ്ടി വരും. താങ്ക് യു. ബൈ. ചോദ്യം ചെയ്യലിനിടയിൽ നിന്റെ ഫോൺ വന്നപ്പോ പേടിച്ചുപോയി. ആ പോലീസ് ഓഫീസർ വളരെ ഷാർപ്പാണ്. ദൈവാനുഗ്രഹം കൊണ്ട് എന്ത് മാത്രം. ദൈവാനുഗ്രഹം? ദേവിക റാണിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം കൂടി ഡോക്ടർ റോയ്ക്കായി. ദൈവമായിട്ട് അല്ല, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരായിരിക്കില്ല റോയ്. അയ്യരെ, ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റൽ മാത്രമല്ലേ ആർട്ടിഫിഷ്യൽ ലിം സെന്റർ ഉള്ളൂ? ആ ഒറ്റക്കയ്യന് അവിടവുമായി ബന്ധം ഉണ്ടാവാതിരിക്കില്ല. ആ വഴിക്കൊന്ന് നോക്കിയല്ലോ. റൈറ്റ്, അവിടെ നിന്നും തുടങ്ങാം. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാതിരിക്കില്ല. എല്ലാറ്റിനും തന്റെ സഹായം വേണം. പോലീസിന്റെ കണ്ണു വെട്ടിച്ച് താമസിക്കാൻ ഒരിടം, കാശ്, എന്നെ തിരിച്ചറിയാതിരിക്കാൻ കഴിയാത്ത വിധം ഒരു രൂപ മാറ്റവും. ഷുവർ. സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നവരെ എന്തിനും തയ്യാറായി ഞാൻ തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്കെന്റെ പഴയ റോയെ തിരിച്ചു കിട്ടണം. ഡോക്ടർ റോയുടെ മൊഴിയിൽ കൃത്രിമ കൈവച്ച ഒരാളാണ് ആനിയെ കൊലപ്പെടുത്തിയെന്ന് വ്യക്തമായി പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് ആ വഴിക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യായിരുന്നത്? റോയി ആണ് മർഡർ ചെയ്തത് എന്നതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇൻവെസ്റ്റിഗേഷൻ മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്യാൻ അയാൾ ബുദ്ധിപൂർവ്വം കെട്ടിച്ചമച്ച കള്ളക്കഥയായേ അതിനെ കാണാൻ കഴിഞ്ഞുള്ളൂ. തുരുമ്പ് കിട്ടിയാൽ ഇരുമ്പാക്കുന്നവരല്ലേ നമ്മളൊക്കെ. എന്നിട്ടാണോ? സർ, തടവ് ചാടി ഒരു ദിവസം തികയുന്നതിന് മുമ്പ് അയാൾ അയാളുടെ രഹസ്യബന്ധം പുറത്താക്കിയതിന് ആ നേഴ്സിനെ വകവരുത്തിയില്ലേ? സർ, ഈ ഫോട്ടോയും ഈ ന്യൂസും പ്രസിൽ കൊടുക്കാമല്ലേ? അതിപ്പോ വേണ്ട. കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തോളാം. യു മേക്ക് ഓൺ. സർ, സർ. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടിയെറിയണമെന്നാണ് പ്രമാണം. അറിയാഞ്ഞിട്ടല്ല, എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണല്ലേ. ഓടിക്കൂ, തൊട്ടു പുറകെ ഞാനുണ്ടാവും. മുരുക ഷൺമുഖ பாட்டி அந்த அனந்த பத்மநாப ராய் ஐயர் எங்க இருக்கு பாட்டி? உள்ள இருக்கா. உனக்காகத்தான் டென்ஷனா காத்துட்டு இருக்கா. நான் இருக்கும்போது எதுக்கு டென்ஷன்? யார் அதிபூனின் மாயாஜாலம் அகில ஜகன்மய. സിറ്റി ഹോസ്പിറ്റലിലെ ആർട്ടിഫിഷ്യൽ ലിം സെന്ററിൽ നിന്നും ഈ പുസ്തകം അടിച്ചു മാറ്റിയതാണ്. ആർട്ടിഫിഷ്യൽ ലിം മാനുവൽ ബൈ ഡോക്ടർ സ്റ്റെറ്റ്മാൻ. ഇതിൽ നിന്നും ഏതൊക്കെ ടൈപ്പ് ലിം ഫിറ്റിംഗ്സ് ഉണ്ടെന്ന് അറിയാം. പിന്നെ ഇത് ലിം സെന്ററിന്റെ ഡീറ്റെയിൽസ്. അവിടുന്ന് ലിംബ് ഫിക്സ് ചെയ്തിട്ടുള്ളവരുടെ വിവരങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട്.
അവിടുത്തെ മെമ്മറിയിൽ തപ്പി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. ഇത് ഹോസ്പിറ്റലിലെ ഒരു അറ്റൻഡറിന്റെ ഐഡന്റിറ്റി കാർഡ് അടിച്ചെടുത്തതാണ്. പ്രയോജനപ്പെടും. താങ്ക് യു. ഡോക്ടർ റോയിയെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ഇറ്റ്? അല്ല, 10-35 വയസ്സ് വരെ കല്യാണം കഴിക്കാതെ കറങ്ങിയടിച്ച് നടന്നിട്ട് പെട്ടെന്ന് ആനയെ കണ്ടപ്പോൾ ഒരു പ്രണയവും കല്യാണവും താമസിയാതെ തന്നെയുള്ള ആനയുടെ മരണവും ഇതെല്ലാം സംശയാസ്പദം തന്നെയാണ്. ഐ ഫീൽ സംതിങ് ഈസ് റോങ് സംവെയർ. അവരുടെ വിവാഹത്തിന് ഞാൻ എതിരായിരുന്നു. ആനിയുടെ സ്വത്ത് മോഹിച്ചുള്ള വിവാഹമായിരുന്നു അതെന്ന് ഈ കൊലപാതകത്തിന് ശേഷം എനിക്ക് ബോധ്യമായി. ഓക്കെ, ഐ എക്സ്പെക്ട് എവരി കോപ്പറേഷൻ ഫ്രം യുവർ സൈഡ്. റെഡി? ഡോക്ടർ റോയ് ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി തന്നെയായിരിക്കണം. ഓൾ റൈറ്റ്. ഡോക്ടർ റോയിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കുമല്ലോ അല്ലേ? സോറി. അയാളുടെ ഇന്നസെൻസ് തെളിയിക്കപ്പെടുന്നതുവരെ ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. ഡോക്ടർ മേനോൻ, ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് 28 പേർ ജയിൽ ചാടിയിട്ടുണ്ട്. അതിൽ 24 പേരെയും തെരഞ്ഞു പിടിച്ചകത്താക്കിയിട്ടുമുണ്ട്. അപ്പോ രക്ഷപ്പെട്ടവരിൽ 5-ാമത്തെ ആൾ ഡോക്ടർ റോയ് ആയിക്കൂടെ? അയ്യോ സാറാ, 4 പേര് രക്ഷപ്പെട്ടതല്ല, സാറ് വെടിവെച്ച് വന്നതാ. Whatever. Proceed. ഫാദർ തയ്യലിന്റെ ഓർഫനേജ് ആണ്. നമുക്ക് ഇവിടെ ഒന്ന് ഈ സ്ത്രീ ആരാണെന്നൊന്ന് അന്വേഷിക്കണം. സർ, நான் வரேன். போயிட்டு வாங்க. കഥ തുറക്കൂ. തുറക്കാൻ. തുറക്കാൻ, ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. யாரு? என்ன வேணும்? We are from the police department. ഇയാളെ അറിയുമോ? இந்த ஆளை தெரியுமான்னு கேட்கிறேன். தெரியாது. மூஞ்சியை பார்த்தா தெரியன மாதிரி இருக்குதே. Come on. യെസ്, ക്ലീനിങ് ആ മുറിയില്. സൈലൻസ്. സോറി.
പാൻസ് ആരുടേതാ? എൻ കുളന്തയോടത്. ഇത് 38 സൈസ് പാൻസ് ആണല്ലോ. ഡോക്ടർ VDAക്ക് ഒരു 32 വരില്ലല്ലോ. പാട്ടി പോയി சொல்றாங்க. ശരിതാനേ? HLOS. CITY. City. My God, City Hospital.